മിനിഞ്ഞാന്ന് രാത്രി 2 മണിയോടുകൂടി ഒരു സംഘം SFIയുടെ ഗുണ്ടകൾ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ വർക്കല SN കോളേജിൽ ഉൾപ്പെടെ അനുവദിച്ച ഗ്രീൻ റൂമിൽ, അതായത് കുട്ടികൾക്ക് ഡ്രസ്സ് മാറാൻ ഉൾപ്പെടെ അനുവദിച്ച റൂമിലെത്തി. ഡ്രസ്സ് മാറിക്കൊണ്ടു നിന്ന പെൺകുട്ടികളെ ഉൾപ്പെടെ അധ്യാപകരെ ഉൾപ്പെടെ SFIയുടെ ഗുണ്ടകളെ ഇറക്കി വിടുക. നിങ്ങൾക്കിവിടെ KSUവിൻ്റെ യൂണിയനുള്ള കോളേജുകൾക്ക് ഇവിടെ ഡ്രസ്സ് മാറാൻ സൗകര്യമില്ല, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സൗകര്യമില്ല എന്നുള്ള പേരിൽ ഇറക്കി വിടുകയാണ്. SFIയുടെ കുറെ തെമ്മാടികൾ, എല്ലാ കഞ്ചാവിന് അടിമപ്പെട്ട ലഹരി മാഫിയ സംഘങ്ങളായിട്ടുള്ള കുറേ പേർ, നിങ്ങളൊന്ന് സർവകലാശാല സെനറ്റിന്റെ ഹാളിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾക്ക് കാണാം. കുറേ പേർ പാളയം ഏരിയ കമ്മിറ്റിയിലെയും SFIയുടെ ജില്ലാ കമ്മിറ്റിയിലെയും കുറേ പേർ വന്ന് അഴിഞ്ഞാടുന്ന കാഴ്ച വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുക. ഞങ്ങളവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെ പോലും പ്രകോപനം ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികളെ, അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ മനഃപൂർവ്വം ചെന്ന് അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കുകയാണ്. SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ടാ സംഘമാണ്. ഇതിന്റെ സംഘാടക സമിതി നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. SFIയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജനറൽ കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതി. സർവകലാശാല കലോത്സവമാണ്, കേരള സർവകലാശാല കലോത്സവത്തിന്റെ സംഘാടക സമിതി ഒന്ന് പരിശോധിക്കണം. മറ്റുള്ള അവിടുത്തെ സെനറ്റ് മെമ്പർമാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലും ഉൾപ്പെടുത്താതെ അവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ സർവകലാശാല സെനറ്റ് മെമ്പർമാരാണല്ലോ, അവർക്ക് പോലും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ പോലും കൊടുക്കാതെ SFIയുടെ കുറെ ക്രിമിനൽ സംഘം നടത്തുന്ന ഇതേ ഒരു കലോത്സവമല്ല, പകരം ഒരു കൊല ഉത്സവമാക്കി ഇതിനെ മാറ്റാനുള്ള കലാപോത്സവമാക്കി മാറ്റാനുള്ള ശ്രമമാണ് SFIയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 3 മണി സമയമാവും. ആ സമയത്ത് ഞങ്ങൾ സെനറ്റ് ഹാളിൽ ഇരുന്ന സമയത്ത് ഒരാൾ വന്ന് വിളിച്ച് പുറത്തോട്ട് വരണമെന്ന്. അപ്പം ഞാൻ അവിടെ തന്നെയാണ് ഇരുന്നത്. സെനറ്റ് ഹാളിൽ വെച്ചാണ് സംഭവം. പുറത്തോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ കാര്യമൊന്നും പറഞ്ഞില്ല, പുറത്തോട്ട് വരണമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് വാടാ, നിന്നെ ഇടിക്കുമെന്നൊരു ഭീഷണിയാണ് അവിടെ മുഴക്കിയത്. ആ സമയത്ത് എൻ്റെ സഹപാഠി ഇക്ബാൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഞാൻ വിളിച്ച് ഫൈസൽ വന്നു. ഫൈസൽ പോലീസിനെ അറിയിച്ചു, ഇതേപോലെയാണ് ഞങ്ങളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ KSUവിൻ്റെ ഒരു പ്രവർത്തനം തല്ലാൻ പോവുകയാണ്, സാറ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പം പോലീസ് വെറും നോക്കുകുത്തിയാണ് ഇരുന്നത്. ആ സമയത്ത് പോലീസ് SFI ഒത്താശയാണ് ചെയ്തു കൊടുത്ത. ആ സമയത്ത് അവർ ഞങ്ങളെ വന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതും മാരക ആയുധങ്ങൾ വരെ അവരുടെ കയ്യിലുണ്ട്. അതിന് തെളിവാണ് ഈ കാണുന്ന ഈ പാട് ഇടിക്കട്ട ഉപയോഗിച്ചാണ് അവർ. എന്നിട്ട് ഞങ്ങൾ ആ ക്യാമ്പസിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പോലീസ് ഞങ്ങൾക്ക് ഒരു സംരക്ഷണവും തന്നിട്ടില്ല. കാക്കിയിട്ട പോലീസുകാർ സംരക്ഷണം നൽകുന്നതിന് പകരം SFIക്കാണ് സംരക്ഷണം നൽകിയിരിക്കുന്നത്. വർക്കല SN കോളേജുമായിട്ട് ബന്ധപ്പെട്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് KSU യൂണിയൻ പിടിക്കുന്നത്. യൂണിയൻ പിടിച്ചതിന് ശേഷം കലോത്സവത്തിന്റെ നഗരികളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആദ്യം അലോട്ട് ചെയ്യുന്ന ഗ്രീൻ റൂം പിന്നീട് മാറ്റുക, പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ അലോട്ട് ചെയ്യുന്ന ഗ്രീൻ റൂമിൻ്റെ അകത്ത് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, KSU യൂണിയൻ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, KSUവിൻ്റെ പ്രവർത്തകരുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പറ്റപ്പെടുന്നുള്ളത്. എല്ലാ രീതിയിലും ഒരു 50-60 പേര് വരുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് ഭാരവാഹികളും SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും SFIയുടെ ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി അവിടുത്തെ വിദ്യാർത്ഥികളെയും മറ്റുള്ള അധ്യാപകരെയും ഒക്കെ പുറത്ത് നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ റൂം അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ ഇവർ ഇങ്ങനെ കയ്യാങ്കളി കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഇവർ SFIയുടെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സർക്കാരും ഒക്കെ മുഴുവൻ പേരും ഇവരോടൊപ്പം ഒരുമിച്ച് നിന്നാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാനുള്ള കരുത്ത് KSUവിനുണ്ട്. അത് വർക്കല SN കോളേജും മാർവാനിസ് കോളേജും ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ 8-9 പ്രശസ്തമായിട്ടുള്ള കോളേജുകൾ തിരികെ പിടിച്ചതിനുള്ള വൈരാഗ്യ ബുദ്ധിയോട് മാത്രമാണ് കലോത്സവത്തിനെത്തുന്ന ഒപ്പനയുടെ വസ്ത്രമിട്ട് നിൽക്കുന്നവരും മോഹിനിയാട്ടത്തിന്റെ വസ്ത്രമിട്ട് നിൽക്കുന്നവരെ പോലും കൈയേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് തീർച്ചയായും KSUവിനുള്ള മറുപടി ഉണ്ടായിരിക്കുന്നതാണ്. ലോ കോളേജിലെ 2 കുട്ടികൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഒരാളുടെ രണ്ട് പല്ല് പോയി. ഒരു പെറ്റി കേസ് പോലും ഇന്നുവരെ പോലീസ് എടുത്തിട്ടില്ല, ഈ നിമിഷം വരെ പോലീസ് എടുത്തിട്ടില്ല. അക്രമികളെല്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നിൽക്കുകയാണ്. ഇതുവരെയ്ക്കും അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് കേരളത്തിലെ പോലീസ് ഭരണം. ഇതിനെതിരെ അതിശക്തമായ പ്രതികരണം നിയമപരമായും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുമുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.